ഇറാനെ ആക്രമിച്ച് തകർക്കാമെന്ന് കരുതുന്ന അമേരിക്കയ്ക്ക് അവരുടെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ വലിയൊരു മുന്നറിയിപ്പ്. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് എത്ര വലിയ സൈനിക ആക്രമണം നടത്തിയാലും ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യമാണ് പുതിയ US ഇന്റലിജൻസ് റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്കയിലെ 18 രഹസ്യാന്വേഷണ ഏജൻസികളുടെ കൂട്ടായ്മയായ നാഷണൽ ഇന്റലിജൻസ് കൗൺസിലിന്റെ NICയുടെ രഹസ്യ റിപ്പോർട്ടാണ് ഇപ്പോൾ വാഷിംഗ്ടൺ പോസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. അമേരിക്കയുടെ ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനി കൊല്ലപ്പെട്ടാൽ പോലും ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ മത സൈനിക നേതൃത്വം തകരില്ല എന്നാണ് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഇറാന്റെ രാഷ്ട്രീയ സുരക്ഷാ ഘടനകൾ അത്രത്തോളം ശക്തമായാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതെന്നും രാജ്യത്തെ പ്രതിപക്ഷം അധികാരം പിടിച്ചെടുക്കാനുള്ള സാധ്യതകൾ വിരളമാണെന്നും റിപ്പോർട്ട് അടിവരയിടുന്നു. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ ഓപ്പറേഷൻ ലയൺസ് റോർ, ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി തുടങ്ങിയ പേരുകളിൽ സൈനിക നീക്കം ആരംഭിക്കുന്നതിന് ഒരാഴ്ച മുമ്പാണ് ഈ വിലയിരുത്തൽ പൂർത്തിയാക്കിയത്. ഇറാന്റെ ഭരണകൂടത്തെ പൂർണ്ണമായും തകർക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈറ്റ് ഹൗസും ആവർത്തിക്കുമ്പോഴാണ് അത് അസാധ്യമാണെന്ന് അമേരിക്കയുടെ തന്നെ സ്വന്തം ഏജൻസികൾ രഹസ്യമായി സമ്മതിക്കുന്നത്. യുദ്ധം 2ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി അലി ഖമേനിയുടെ മകൻ മൊജ്തബ ഖമേനി വന്നേക്കാമെന്ന ഊഹാപോഹങ്ങൾ ശക്തമാണ്. ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്നും അവരുടെ ഭാവി നേതൃത്വത്തെ തീരുമാനിക്കുന്നതിൽ തനിക്ക് സ്വാധീനം ചെലുത്താനാകുമെന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ തങ്ങളുടെ രാജ്യത്തിന്റെ വിധി തീരുമാനിക്കുന്നത് അഭിമാനിയായ ഇറാനിയൻ ജനത മാത്രമായിരിക്കുമെന്നും വിദേശ ഇടപെടൽ അനുവദിക്കില്ല എന്നുമാണ് ഇറാൻ ഭരണകൂടം ഇത് നൽകിയ മറുപടി. ചുരുക്കത്തിൽ പുറമേ നിന്ന് എന്ത് സൈനിക നീക്കം നടത്തിയാലും ഇറാന്റെ ആഭ്യന്തര ഘടനയും സൈനിക സംവിധാനത്തെയും എളുപ്പത്തിൽ ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന സത്യം ലോകം അംഗീകരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അമേരിക്കയുടെ തന്നെ റിപ്പോർട്ട് ഇതിന് ഏറ്റവും വലിയ തെളിവായി മാറുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.